വീണയുടെ മസ്തകം തകർത്ത് കർണാടക ഹൈക്കോടതിയുടെ വിധി പ്രസ്താവന പുറത്തുവന്നപ്പോൾ CPM പ്രതിരോധത്തിലാണ്. വീണയെ ഒരു തരത്തിലും രക്ഷിക്കാൻ തൽക്കാലം CPM ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ മാത്രം പ്രതികരിക്കാമെന്ന നിലപാടെടുക്കുമ്പോൾ പിണറായി മകളും പിണറായിയുടെ കുടുംബവുമൊക്കെ ഒറ്റപ്പെടുകയാണ് എക്സാലോജിക് വിവാദത്തിൽപ്പെട്ട്. എന്തായാലും കർണാടക ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് മലയാള വാർത്തയുടെ MD സോയിമോനും അഡ്വക്കേറ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ KM ഷാജഹാനും തമ്മിൽ നടത്തുന്നത്. ആ ചർച്ചയുടെ വിശദമായ വിവരങ്ങളിലേക്ക്. 46 പേജുകളിലായി കർണാടക ഹൈക്കോടതിയുടെ വിധി പ്രസ്താവം. ഈ വിധി പൂർണ്ണ രൂപത്തിൽ കേരള മനസ്സാക്ഷിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വിധി അവസാനിപ്പിക്കുന്നത് ദ പെറ്റീഷൻ ഡസ് നോട്ട് ഡിസർവ് എനി എൻ്റർടൈൻമെൻറ്റ് എന്ന വാക്യത്തോടെ. ഈ വിധി പൂർണ്ണമായും ആദ്യമായി വായിച്ചു തീർത്ത അങ്ങയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിമോനെ, ഇത് ഒരർത്ഥത്തിൽ ഇനി വീണ വിജയന് ഒരു സാധ്യതയുമില്ല എന്ന് കാണിക്കുന്ന ഒരു വിധി പ്രസ്താവമാണ് ഈ 46 പേജിലുള്ള കർണാടക ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള M. നാഗപ്രസന്ന പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വിധി. കേന്ദ്ര സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളുടെയോ കൈകളിൽ ചങ്ങലയിടാൻ ഞങ്ങൾക്കാവില്ല എന്ന് കോടതി പറയുന്നു. ആ അന്വേഷണത്തിലേക്ക് നീങ്ങിയ ഓരോ ഘട്ടങ്ങളും കോടതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നു. ഇനി വീണ ഒരു ഡിവിഷൻ ബെഞ്ചിലേക്ക് ചെന്നാലോ സുപ്രീം കോടതിയിലേക്ക് ചെന്നാലോ ഈ വിധി അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കില്ല. അങ്ങയുടെ ഭാഷയിൽ മസ്തകവും നെഞ്ചിൻ കൂടും തകർത്ത് കടന്നുപോയ വിധിയല്ലേ ഇത്? ഇത് ഞാനിപ്പോൾ സോമനോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഇന്ന് രാവിലെ സുപ്രഭാതം എന്ന് പറഞ്ഞ ദിനപത്രത്തിൽ വന്നൊരു വാർത്ത ഞാൻ വായിച്ചു. ആ വാർത്തയിൽ പറയുന്നത് ഈ അരവിന്ദ് ദത്താറിന് ഈ കേസിന് 1,35,00,000 രൂപ കൊടുത്തു എന്നാണ്. സുപ്രഭാതം പറയുന്നു. സുപ്രഭാതം പത്രത്തിൽ ഒരു റിപ്പോർട്ടർ പേര് വെച്ചെഴുതിയ ഒരു വാർത്തയാണ്. ഈ കേസിന് 1,35,00,000. ഈ കമ്പനിക്ക് ആകെ ആസ്തി അത്രയുമില്ല. കമ്പനി ഇല്ല എന്ന് മാത്രമല്ല, കമ്പനി ഇപ്പോൾ പൂട്ടിയ കമ്പനിയുമാണ്. അതെ. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വേറൊരു വിവരം എന്ന് പറയുന്നത് 1,35,00,000 രൂപ എന്ന് പറഞ്ഞാൽ മൊത്തം കേസിന് നൽകിയ ഫീസാണെന്നും അപ്പിയറൻസിന് കൊടുക്കുന്ന പണം അതിന് പുറമേ ആയിരിക്കുമെന്നും ഒരു വിവരം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അതുപോലെ ഒരു സീനിയർ കൗൺസിലിനെതിരെ നമുക്ക് ഇപ്പോൾ സുപ്രഭാതം വാർത്ത നൽകണമെങ്കിൽ അവരുടെ തെളിവുണ്ടാവും. അല്ല, അവരുടെ തെളിവുണ്ടാവും എന്നുള്ളതാണ് ഒരു പേര് വെച്ച് നൽകിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കിട്ടിയിരിക്കുന്ന വിധിക്കാണ് 1,35,00,000 രൂപ കൊടുത്തത് എന്നുള്ളത്. ഈ വിധിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ വായിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള കാര്യം, ഇപ്പോൾ വന്നു തുടങ്ങിയ വാർത്തയാണെങ്കിലും 2020 തുടങ്ങിയ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ SFI അന്വേഷണത്തിൽ വന്ന് നിൽക്കുന്നത്. ഈ പ്രേക്ഷകർ ഏറ്റവും കൗതുകപൂർവ്വം കാത്തിരിക്കുന്നത് ഈ വിധി പ്രസ്താവനത്തിൻ്റെ അവസാന ഭാഗം ആദ്യം ഒന്ന് കേൾക്കാൻ വേണ്ടി, എന്നിട്ട് നമുക്ക് പഴയ ഒരു ചരിത്രത്തിലേക്കൊന്ന് വരാം. ഈ വിധി പ്രസ്താവത്തിലെ തന്നെ ആ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പോകാം. സോമൻ, എനിക്ക് തോന്നുന്നത് ഈ വിധിയിലെ 40-ാമത്തെ പേജ് മുതലാണ് ജഡ്ജി കോടതിയുടെ മനസ്സ് തുറക്കുന്നത്. അതിന് പുറമേ അതിന് തൊട്ട് മുമ്പായി കോടതി കമ്പനി ആക്ടിലെ ഒരു 5-6 വകുപ്പുകളെ കുറിച്ചിട്ട് പറയുന്നു. ആ വകുപ്പുകളിലൂടെ ഒന്ന് കടന്നിട്ട് ഈ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി അന്വേഷണം തുടങ്ങിയത് സെക്ഷൻ 206 പ്രകാരമാണ് കമ്പനീസ് ആക്ടിൽ. ആ 206 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ, ഇൻസ്പെക്ട് ബുക്സ് ആൻഡ് കണ്ടക്ട് ഓഫ് എൻക്വയറി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ മേടിക്കാനായിട്ട്, ബുക്കുകൾ പരിശോധിക്കാനായിട്ട്, അന്വേഷണം നടത്താനായിട്ട്. സെക്ഷൻ 206. സെക്ഷൻ 207 എന്താണ്? ഡീൽസ് വിത്ത് കണ്ടക്ട് ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻക്വയറി. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം. സെക്ഷൻ 208 ഡീൽസ് വിത്ത് മാൻഡേറ്റ് ഓഫ് ദ റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ ദാറ്റ് ഈസ് മെയ്ഡ് അണ്ടർ സെക്ഷൻ 206 ആൻഡ് 207. അതിൻ്റെ മാൻഡേറ്റ്, ഇൻസ്പെക്ടർ റിപ്പോർട്ടിൻ്റെ മാൻഡേറ്റ്. സെക്ഷൻ 210 ഫോംസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫൾക്രം ഇൻ ദ ലീസ്. ലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സെക്ഷൻ 210. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി, അതായത് കമ്പനി എങ്ങനെയാണ് നടപ്പ്. സെക്ഷൻ 210 പെർമിറ്റ്സ് ദ സെൻട്രൽ ഗവൺമെൻറ്, if it is of the opinion that it is necessary to investigate into the affairs of the company, on 3 circumstances it can order investigation. അപ്പോൾ അന്വേഷിച്ചിട്ട് അന്വേഷണം ഉത്തരവിടാനുള്ള 3 സാഹചര്യങ്ങൾ, അതാണ് സെക്ഷൻ 210. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. ഈ സെക്ഷൻ 211 എന്താണ്? ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്.
അത് വെച്ചാൽ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് SFIO രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 211. സെക്ഷൻ 212 കംപ്ലീറ്റ്സ് ദ ഫൾക്രം ഓഫ് ദ ലീസ്. അതായത് ഇപ്പം നമ്മൾ പരിഗണിക്കാൻ പോകുന്ന ഈ കേസിൻ്റെ അതിൻ്റെ വിശദാംശങ്ങൾ അവസാനിക്കുന്നത് സെക്ഷൻ 212 അപ്പം മൊത്തത്തിൽ എന്താ നോക്കിയാൽ സോയ്മനെ, കമ്പനി ആക്ട് 2013 സെക്ഷൻ 206 മുതൽ 212 വരെയുള്ള വകുപ്പുകളാണ് ഈ കേസിൽ അടങ്ങിയിട്ടുള്ളത്. ഇതാണ് 38-39 പേജിൽ പറയുന്നത്. ഇനി 40ാമത്തെ പേജ് മുതൽ നമ്മളൊരല്പം വിശദമായി നമുക്ക് പരിശോധിക്കണം. അതാണ് അതിൻ്റെ ഒരു ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയും. അതായത് ഒരു വിധിന്യായത്തിലെ അതിൻ്റെ ചങ്കും കരളും അതാണ് ഒബിറ്റർ ഡിക്റ്റ. ഞങ്ങൾ LLBക്ക് പഠിക്കുന്നത് അതാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. What would unmistakably emerge from what is above analyzed is, one, investigation has commenced under section 210. The statute does not render the government of India powerless to assign the investigation under section 212 of the SFIO. നിർണായകമായിട്ടുള്ള വാദമാണ്. എന്താണ് വീണ വിജയൻ്റെ വാദം? എന്തായിരുന്നു? 210 അന്വേഷണം നടക്കുന്നു. 210 അന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഒരു ഇടക്കാല റിപ്പോർട്ട് വരുന്നു. പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. അപ്പോൾ 210 അന്വേഷണം നടക്കുമ്പോൾ SFIO പ്രകാരം 212 അന്വേഷണം നടത്താൻ പാടില്ല. പ്രേക്ഷകർക്ക് വേണ്ടി 210 അന്വേഷണം എന്ന് പറയുമ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പല്ലും നഖവുമില്ലാത്ത അന്വേഷണം. അന്വേഷിക്കാൻ രേഖകൾ ചോദിക്കാൻ കൊടുത്തു, അതാവതാവും. പക്ഷേ SFIOയുടെ 212 അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ സംബന്ധിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അതൊരു മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണമാണ്. ഈ ഫോറൻസിക് ഓഡിറ്റിംഗ് വിശദാംശങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്, പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ അന്വേഷണ പരിധി, ഏതൊക്കെ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാം. അതെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു? 210 അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, 212 അന്വേഷണം പാടില്ല. അതാണ് അതിൻ്റെ മസ്തകത്തിനുള്ള അടിയാണ് ഈ വാചകം. എന്താണ്? വാട്ട് വുഡ് അൺമിസ്റ്റേക്കബിളി എമർജ് ഫ്രം വാട്ട് ഈസ് എബോവ് അനലൈസ്ഡ്. അതായത് നമ്മൾ മുകളിൽ വിശദീകരിച്ചതിൽ നിന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതെന്ന് വെച്ചാൽ വാക്കുകൾ പ്രധാനം. അൺമിസ്റ്റേക്കബിളി നമ്മൾ മുകളിൽ പറഞ്ഞ വിശകലനത്തിൽ നിന്ന് പറയുന്നത്, വൺസ് ഇൻവെസ്റ്റിഗേഷൻ ഹാസ് കമൻസ്ഡ് അണ്ടർ സെക്ഷൻ 210, അതായത് സെക്ഷൻ 210 അന്വേഷണം ആരംഭിച്ചതുകൊണ്ട് സെക്ഷൻ 212 അന്വേഷണം പാടില്ല എന്നുള്ള വാദം തെറ്റാണ്. അതായത് സെക്ഷൻ 210 അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ സെക്ഷൻ 212 അന്വേഷണം കൊണ്ടുപോകാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അധികാരമില്ല എന്നുള്ള വാദം ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് വാദം. അതാണ് ഫൈൻഡിങ്. It neither results in duplication of investigation nor takes away the rights of the petition, take away any right of the petitioner. അതായത് ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഒരു അന്വേഷണം വേറൊരു അന്വേഷണവും ഒരുപോലെ നടക്കുന്നുള്ള പ്രശ്നം വരുന്നില്ല എന്ന് മാത്രമല്ല പരാതിക്കാരിയുടെ ഒരു അവകാശവും അതെടുത്ത് കളയുന്നുമില്ല. അതും പറയുന്നുണ്ട്. Section 2 clearly mandates that once the SFIO is entrusted with the investigation under Section 212, any other investigation already initiated shall not be proceeded further. Those agencies who are conducting any investigation shall transfer all the relevant documents and records in respect of those offences to the SFIO. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുമ്പോൾ ലോക്കൽ പോലീസ് കേസ് അന്വേഷണം അബ്സല്യൂട്ട്ലി അതാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതായത് SFIO 212 പ്രകാരമുള്ള ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരു ഏജൻസിക്കും അതായത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന വേറെ ഒരു ഏജൻസിക്കും പിന്നെ അന്വേഷണം നടത്താനുള്ള അവകാശമില്ല. The powers of the SFIO is statutorily determined in subsection 3 to subsection 7 of section 212, and for conduct of investigation there is procedure in place which need not require elaboration at. അപ്പം SFIOക്ക് 212 എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് അതിൽ സബ്സെക്ഷൻ 3 മുതൽ 7 വരെ പറയുന്നുണ്ട്. അതിലൊരു നടപടിക്രമമുണ്ട്, അതിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി. ഇതാണ് പാര 21 പറയുന്നത്, പേജ് 40. ഇനി പാര 22 പേജ് 41 പറയുന്നതാണ്, ദ സബ്മിഷൻ ഓഫ് ദ ലേണർ കൗൺസിൽ ഓഫ് ദ പെറ്റീഷണർ ഈസ് ദാറ്റ് വെൻ ദ പ്രൊസീഡിംഗ്സ് അണ്ടർ സെക്ഷൻ 212 ആർ അണ്ടർ വേ അസൈൻമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ SFIO കനോട്ട് ടേക്ക് പ്ലേസ്. അതായത് 210 അന്വേഷണം നടക്കുമ്പോൾ 212 അന്വേഷണം SFIO നടത്താൻ പാടില്ല. The strength on which the said submission is made is that there should be a report under section 210 as is directed, and only then the investigation can be handed over to the SFIO. അപ്പോൾ എന്താ പറയുന്നത്? 210 അന്വേഷണം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് ഉണ്ടാവണം. ആ റിപ്പോർട്ടിനെ തുടർന്നേ SFIO അന്വേഷണം ഏറ്റെടുക്കാൻ പാടില്ല. ഇതാണ് പരാതിക്കാരിയുടെ വാദം. The effect of such submission is that handing over investigation to the SFIO should precede a final report under section 210. അതായത് സെക്ഷൻ 210 അന്വേഷണം നടന്ന് അതിലൊരു അന്തിമ റിപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ
ഈ 212 പേരെ SFOയ്ക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പരാതിക്കാരി പറയുന്നത് 210 ഒരു ഇടക്കാല റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. പിന്നെ താഴേക്ക് ജഡ്ജി കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല. ദിസ് സബ്മിഷൻ ഈസ് സാൻസ് കൗണ്ടനൻസ് ആൻഡ് ഇറ്റ് ട്രാവൽസ് ഓൺ എ സ്ലിപ്പറി സ്ലോപ്പ്. പച്ചയ്ക്ക് നിലനിൽക്കില്ല, ട്രാവൽസ് ഓൺ എ സ്ലിപ്പറി സ്ലോപ്പ്. അറിയാം, സെക്ഷൻ 210 ഡീൽസ് speaks of a report. സെക്ഷൻ 210 ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്. ബട്ട് ദ റിപ്പോർട്ട് ക്യാൻ ഐദർ ബി ഇന്ററിം ഓർ ഫൈനൽ. ഇറ്റ് നീഡ് നോട്ട് ബി എ ഫൈനൽ റിപ്പോർട്ട് ഓൺലി. ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ട് സെക്ഷൻ 210 പറയുന്നുണ്ട്, പക്ഷേ അത് ഇടക്കാല റിപ്പോർട്ടോ ആകാം, ഫൈനലോ ആകാം. അത് ഫൈനലാവണം എന്ന് നിർബന്ധമില്ല. ഡ്യൂറിങ് ആൻ ഇൻവെസ്റ്റിഗേഷൻ, ഇനി അടുത്ത സെൻസ് വളരെ നിർണായകമാണ്. ഡ്യൂറിങ് ആൻ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ 210, അതായത് സെക്ഷൻ 210 അന്വേഷണം നടക്കുമ്പോൾ, ഇഫ് ദ ഇൻസ്പെക്ടേഴ്സ് ഔട്ട് ഓഫ് സെറൻഡിപ്പിറ്റി, അതിൻ്റെ അർത്ഥം സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, പിന്നെ ഒരു സംശയം, ഒരു ദുരൂഹത പോലുള്ള സംശയം കണ്ടാൽ, the inspectors out of serendipity come across information that would prima facie touch upon skullduggery. skullduggery എന്ന് പറഞ്ഞാൽ വഞ്ചന, കുറ്റം, ഇതുപോലുള്ള സാധനങ്ങൾ. അപ്പം അവരതിൻ്റെ സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞ സംശയത്തിലൂടെ അവർ എന്തെങ്കിലും പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു സ്കൾഡഗറി ഉണ്ടെന്ന് തോന്നിയാൽ, എന്ന് പറഞ്ഞാൽ വഞ്ചന കുറ്റം ഉണ്ടെന്ന് തോന്നിയാൽ, ആൻഡ് ദെയർ ഓൺ നെസസിറ്റി എമർജസ് ടു അസൈൻ ദ ഇൻവെസ്റ്റിഗേഷൻ ടു എ മൾട്ടി ഡിസിപ്ലിനറി ബോഡി ലൈക്ക് SFIO ക്രിയേറ്റ് അണ്ടർ അപ്പം അവർ സെക്ഷൻ 210 അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും സംശയങ്ങൾ, സെറൻഡിപ്പിറ്റി ഉണ്ടാവുകയും അതിലൂടെ എന്തെങ്കിലും ക്രൂരതയോ വഞ്ചനയോ ഉള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ SFIO പോലൊരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷന് ഇതിൽ അന്വേഷണം കൊടുക്കണം എന്ന് അവർക്ക് ബോധ്യമാകുകയും ചെയ്താൽ, ഇനി അടുത്ത സെൻസ് അതിനിർണായകമാണ്. അതായത് ദ കോർട്ട് കെൻ നോട്ട് പുട്ട് ഷാക്കിൾസ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ സച്ച് അസൈൻമെൻറ്റ്. അങ്ങനെ കൊടുക്കുന്നതിന്മേൽ കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിൽ ചങ്ങലയിടാൻ പറ്റില്ല. അതാണ് ഏറ്റവും പ്രധാനം. If it had been entrusted to any other agency outside the act, it would have been a circumstance altogether different. അതായത് ആക്ടിന് പുറത്തുള്ള ഏതെങ്കിലും ഏജൻസിക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ മാറുമായിരുന്നു. It is entrusted to the SFIO which is created under the act. That is in terms of section 211 with elaborate functions under section 2. അതായത് അവർ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ആക്ടിനകത്ത് തന്നെയാണ്. സെക്ഷൻ 211, the protection of any company from duplication of proceedings is kept tight under section 2 of subsection 2 of 212, and above all, after all, it is investigation. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് 212 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണം മാത്രമാണ്. 42 പേജ് 22. ഇനി 23 പേജ് 42 എന്താ പറയുന്നത്? എ ബ്ലീക്ക് അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ബൈ ദ ലേണഡ് സീനിയർ കൗൺസിൽ ടു സബ്മിറ്റ് ദാറ്റ് ദ ഫ്രേസ് ഇന്റർണൽ റിപ്പോർട്ട് ഈസ് found only in subsection 11 of section 212 and nowhere in subsection 210 suffers from അപ്പം അഭിഭാഷകന്റെ ഒരു വളരെ ദുർബലമായിട്ടുള്ളൊരു വാദം. അതായത് ഇത് ഇന്ററിം ഇടക്കാല റിപ്പോർട്ട് എന്നുള്ളത് സെക്ഷൻ 212 പിന്നെ 11 സബ്സെക്ഷനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത് സെക്ഷൻ 210 കാണാൻ പറ്റുമെന്നും, അത് it suffers from want of tenability as observed here and above. The report under section 210 can either be അത് നിലനിൽക്കത്തില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. സെക്ഷൻ 210 വാദം ഇടക്കാലമാകാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട്. അവസാനമല്ല, അത് തീർപ്പത്തിരിയാണ്. ദ സെഡ് റിപ്പോർട്ട് വിൽ നോട്ട് റിസൾട്ട് ഇൻ എനി പെനാൽറ്റി ബീയിങ് ഇമ്പോസ്ഡ് സ്ട്രേറ്റ് അവേ അഗൻസ്റ്റ് എനി കമ്പനി. അതുകൊണ്ട് അത് പെനാൽറ്റി ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് അതാണ് ഏറ്റവും പ്രധാനമാണ്. ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ അന്വേഷണത്തിന് വേണ്ടിയുള്ളത് മാത്രമാണിത്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് അണർത്തിങ് ദ ഇല്ലീഗൽ അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് എനി കമ്പനി ഇൻ കേസ് അറ്റ് ഹാൻഡ് ദ പെറ്റീഷണർ കമ്പനി. എന്താണ് അന്വേഷണം കൊണ്ട് ഉദ്ദേശിച്ചത്? അന്വേഷണത്തിൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അലജ്ഡ് അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയുടെ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ഇപ്പോൾ എക്സാലോജിക്ക് പറഞ്ഞു. അതെല്ലാം പറഞ്ഞിട്ട് the second submission is that no reasons are provided to invoke section 212 of the act and it suffers from non-application of mind. ചിന്തിച്ചിട്ടുള്ളത്. This is again unacceptable as this court is projected with the problem of investigation being handed over. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്?
The statement of objections are in defense of the interim report. If the Union of India has thought it fit to entrust the investigation to the SFIO, owing to certain factors which have emerged while conduct of investigation. അതായത് കേന്ദ്ര ഗവൺമെൻറ് 210 എന്ന് പറഞ്ഞ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതു താൽപ്പര്യം പരിഗണിച്ചുകൊണ്ട് ഇത് SFIOയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ this court in exercise of its jurisdiction under Article 226 of the Constitution, അതായത് ഈ കോടതിക്ക് ഭരണഘടനയുടെ 226 വകുപ്പ് പ്രകാരം തരുന്ന അധികാരമനുസരിച്ച് ഇറ്റ് വുഡ് നോട്ട് ബൈ എ സ്ട്രോക്ക് ഓഫ് എ പെൻ annul such opinion of the Union of India unless it is contrary to the statute or the action is demonstrably arbitrary. ഒരു വാക്ക് പോലും കുറിക്കാൻ പറ്റില്ല. ഇതായത് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റൻസ് ഇതാണ്. കമ്പനി ആക്ടിലെ സെക്ഷൻ 210 പ്രകാരമുള്ള അന്വേഷണത്തിലും പൊതു താൽപ്പര്യത്തിലും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് SFIOയ്ക്ക് കൊടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ ഈ കോടതിക്കുള്ള ഭരണഘടനയിലെ 226 വകുപ്പ് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇറ്റ് വുഡ് നോട്ട് ബൈ എ സ്ട്രോക്ക് ഓഫ് എ പെൻ annul such opinion of the government of India. എന്ന് വെച്ചാൽ പേന കൊണ്ട് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അത്തരം തീരുമാനം എടുത്തിട്ട് വെട്ടി കളയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതേസമയം അത് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ട് സെൻസ് കൂടി neither of the two is present in the case at hand. ഇത് രണ്ടും ഈ കേസിലില്ല. ആസ് ദ പ്രൊജക്ഷൻ ഓഫ് ദ ടു ബൈ ദ ലേണർ കൗൺസിൽ സാൻസ് അക്സെപ്റ്റൻസ് അംഗീകരിക്കാൻ കഴിയും. Therefore there is no warrant to interfere at this stage എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് ഡിസ്പോസ് ചെയ്തത്, തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അപ്പം സ്വയമേന ഇതിനകത്ത് വരുന്നതാണ് സമഗ്രമായി എല്ലാ വശങ്ങളും പരിശോധിച്ച് എല്ലാ വാദങ്ങളും വളരെ ഈ പറഞ്ഞ പോലെ എംപത്തറ്റിക്കായി കേട്ടിട്ട് കൊടുത്തിരിക്കുന്ന ഈ വിധി എന്ന് പറഞ്ഞാൽ ഇത് സമഗ്രമാണ്. ഇതിനി എത്ര കോടി, ഞാൻ പറഞ്ഞ അവിടേക്കാണ് ഒരു കാര്യം പറയുന്നത്, എത്ര കോടി മുടക്കിയാലും ഇതിന് അപ്പുറത്തേക്കൊരു വിധി ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ കിട്ടും എന്ന് ഒരു അഭിഭാഷകൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഈ വിധിയിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധേയം ആ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളാണ്. അവർ 210 വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിൽ നിന്ന് SFIOയിലേക്ക് അടുത്ത ഏജൻസിയെ തിരഞ്ഞെടുത്തതിൽ കാണിച്ച ആ വൈദഗ്ധ്യം, ആ അന്വേഷണത്തിൻ്റെ ഒരു വേഗത, ആ കൃത്യത, അത് അംഗീകരിച്ചു കൊടുക്കണ്ടേ? പിന്നെ ഒരു സംശയവും വേണ്ട, ഇനി രക്ഷയില്ല. ഞാനത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം. പല അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ടല്ലോ. അതെ, ED വരുന്നു, ED അല്ല, ഞാൻ പറഞ്ഞത് ചില സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, അതുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു സംശയവും വേണ്ട, വളരെ സ്തുത്യർഹമായിട്ടുള്ള അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. എന്താ കാരണം? 2020 മുതൽ തുടങ്ങിയ അന്വേഷണമാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം 2020 തുടങ്ങിയതാണ്. അത് തുടങ്ങി ആ അന്വേഷണത്തിൽ ഒരുപാട് വയലേഷൻസ് കണ്ടു. അതിനെ തുടർന്ന് ROC പിന്നെയും അന്വേഷിച്ചിട്ട് സെക്ഷൻ 210 പ്രകാരം ഒരു ഇടക്കാല റിപ്പോർട്ട് കൊണ്ടുവന്നു. ആ ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ച് ഇത് SFIO പോലൊരു ഏജൻസി അന്വേഷിക്കേണ്ടതാണെന്നുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 212 SFIOയിലേക്ക് കൊടുത്തു. അപ്പം ആ നടപടിക്രമങ്ങളിലെല്ലാം ഈ പറഞ്ഞ പോലെ ക്ലിനിക്കൽ പ്രിസിഷൻ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു. അതിലൊന്നും ഒരു തെറ്റും അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിലൊന്നും ഈ പറഞ്ഞ പോലെ ഒരു മോട്ടിവേറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നോ തോന്നുന്ന ഒരു ഘടകം പോലും അതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ 2020 മുതലേ ആരംഭിച്ച അന്വേഷണത്തിൻ്റെ നാൾവഴികളിലൂടെ കടന്നുപോയ കോടതി ഈ പരാതിക്കാരുടെ വാദങ്ങളെല്ലാം എടുത്ത് ചവിട്ടോട്ടെ കളഞ്ഞത്. ഈ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് തന്നെ അവർക്ക് വലിയ വിനയായി തീർന്നിരിക്കുന്നു. പഴയകാല ചെയ്തികളൊക്കെ ഈ കോടതിയുടെ വിസ്താരവേളയിലും വാദപ്രതിവാദങ്ങളിലുമൊക്കെ വളരെ കൃത്യമായി വിധിന്യായത്തിലും ഒരു ഒറ്റയാൾ കമ്പനിയായി തുടങ്ങിയ എക്സാലോജിക് ബംഗളൂരു ഓഫീസ് മാറ്റുന്ന കൃത്യമായ അന്നത്തെ സംഭവ വികാസങ്ങൾ, പിന്നീട് കേരളത്തിലേക്ക് വന്ന വീണ വിജയൻ വർക്ക് അറ്റ് ഹോം ആരംഭിക്കുന്ന ഇത്തരം വിവരങ്ങളൊക്കെ ഇപ്പോൾ ഈ വിധിന്യായത്തിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിയും. അത് വളരെ നിർണായകമായൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹർജി കൊണ്ട് അവിടെ കൊടുത്തല്ലോ. ആ ഹർജി കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? എങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതുധനകാര്യം തകർന്നടിഞ്ഞെന്നുള്ളൊരു രേഖകൾ മുഴുവൻ വെച്ചിട്ട് ഹർജി അവിടെ ഫയൽ ചെയ്തു. അതോടുകൂടി കേരളത്തിൻ്റെ കംപ്ലീറ്റ് കള്ളി വിളിച്ചത് എന്ന് പറഞ്ഞതുപോലെ വീണ വിജയൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ മകൾ
എത്ര അനധികൃതമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ മുഴുവൻ രേഖകളും വിശദാംശങ്ങളും ഇന്ന് പിന്നെ കർണാടക ഹൈക്കോടതിയുടെ ഈ വിധിന്യായത്തിൽ വന്നിരിക്കുകയാണ്. ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പിണറായി വിജയന്റെ സ്വന്തം വീട്ടിൽ, കണ്ണൂരിലുള്ള പിണറായി വിജയന്റെ സ്വന്തം വീട് അഡ്രസ്സാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, മാർക്കറ്റ് ഹോപ്പ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞതുപോലത്തെ കൊടുക്കൽ വാങ്ങൽ, അതിൻ്റെയൊക്കെ മുഴുവൻ വിശദാംശങ്ങൾ, അവരുടെ ബാങ്ക് അക്കൗണ്ട്, അതിനകത്തൂടെ പോയിട്ടുള്ള പണം, ഇതുവരെ ആരും പറയാത്ത മറ്റൊരു കഥ കൂടി ഈ വിധിന്യായത്തിലുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്ന CMRL, തുടർന്ന് CMRLന് ചില ഇടപാടുകൾ നടത്തി കൊടുക്കുന്ന സർക്കാർ, അവിടെയാണ് സംശയം ആദ്യം CMRLനെതിരെ അന്വേഷണ ഏജൻസികൾക്ക് തുടങ്ങിയത്. ഫർദർ ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓൾസോ റിവീൽഡ് ദ ഫോളോയിങ് റിസീപ്റ്റ്സ് ഫ്രം കൃത്യമായിട്ട് CMRL. കൃത്യമായി 2017 മുതൽ 2018, 19, 18 വരെ ഓരോ മാസവും കിട്ടിയിരുന്ന കൃത്യം തുക 3,25,000, 3,00,000. അതുപോലെ തന്നെ അവരെ നടത്തിയിട്ടുള്ള വയലേഷൻസ് മുഴുവൻ, ഈ പറഞ്ഞ ഇത് മുഴുവൻ അവർ നടത്തിയിട്ടുള്ള വയലേഷൻസ്, ഇത് മൊത്തം ഒരു വിധിന്യായത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ഇനി പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. ഈ രേഖകൾ വെച്ചുകൊണ്ട് SFI മുന്നോട്ട് പോയാൽ സ്വാധീനത്തിനൊന്നും വഴിപ്പെട്ടില്ല. എനിക്കറിയില്ല സ്വാധീനത്തിന് വഴിപ്പെട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയലും ഇതിനകത്തുണ്ട്. എന്തായാലും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യലും റെയ്ഡും നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചോദിച്ച രേഖകൾ ഇവർ കൊടുക്കാത്തതുകൊണ്ടാണ് SFI അന്വേഷണം വന്നിട്ടുള്ളത്. വളരെ കൃത്യമായി, വളരെ സമഗ്രമായി കർണാടക ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇനി അവരുടെ മുന്നോട്ടുള്ള പോക്ക് വളരെ ദുർഘടമായിരിക്കും എന്നാണ് ഈ വിധിന്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്ന അജിത് ഡോവലിൻ്റെ ബുദ്ധി എന്നൊക്കെയാണ്. അത് എന്തുമാകട്ടെ, എന്തായാലും ഈ വിധിക്കപ്പുറം ഇനി ഒരു പ്രഹരം വീണ വിജയന് കിട്ടാനില്ല എന്നങ്ങേക്ക് തീർത്ത് പറയാം. 100%. നമ്മളിപ്പോൾ ഈ വിധി വായിച്ച് ഈ വിധി മുഴുവൻ സമഗ്രമായി നമ്മൾ വിശകലനം ചെയ്യാനുള്ളത്. അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ആരുടെ ബുദ്ധി ആയാലും എന്തായാലും ഇത് ROCയും SFIയും വളരെ ഈ പറഞ്ഞതുപോലെ സമഗ്രമായി, നമ്മൾ നേരത്തെ പറഞ്ഞത് വളരെ ക്ലിനിക്കൽ പൊസിഷനിൽ അവരിത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് ഈ വിധി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു നിവൃത്തിയുമില്ല എന്നുള്ളതാണ്. കാരണം ഒന്നെന്ന് പറയുന്നത് ഒരു ബെഞ്ചിൽ അനുകൂലമായൊരു വിധി കിട്ടിക്കഴിഞ്ഞാൽ അതിനെതിരെ പോലും പാടാണ്. പക്ഷേ ഈ കേസിൽ ഇത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാൽ കുറേ ജഡ്ജിമാർ, കുറേ വക്കീലന്മാർ, കുറേ കോടീശ്വരന്മാരാകും എന്നുള്ളതല്ലാതെ ഒരു കണ്ടീഷൻ, ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ചില കണ്ടീഷനുകൾ ചില വിധി പ്രസ്താവത്തിൽ വെക്കാറുണ്ട്. ഇത് അത്തരം ഒരു കണ്ടീഷനിൽ അൺകണ്ടീഷണലായിട്ട് വീണ വിജയനെ SFIയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് വിധിയിലൂടെ. 100%. അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ എറിഞ്ഞു കൊടുക്കപ്പെടാനുള്ള ഒരു ഉപാധിയാക്കി ഈ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ ഇൻഅഡ്വർട്ടൻ്റ്ലി നമ്മൾ നിർഭാഗ്യവശാൽ വീണ വിജയൻ ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിധിന്യായം വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു അടിയായി ഒരുപക്ഷെ അത് മാറാതെ പോകുമായിരുന്നു. കണ്ണൂരിലെ പാണ്ഡ്യശാലയല്ലേ, പാണ്ഡ്യാല മേൽവിലാസം വെച്ച് കേരള ഹൈക്കോടതിയെ സമീപിച്ചാൽ മതിയായിരുന്നു. അല്ല ഞാൻ പറഞ്ഞത് കേരള ഹൈക്കോടതിയെ സമീപിച്ചാൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് എന്ത് വിധി വരും എന്നുള്ളത്. ഇപ്പോൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഇയാളുടെ ദേവൻ രാമേന്ദ്രൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഇത് പോയാലും എന്താകുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് നിന്ന് ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതാണ് വീണ തായ്ക്കണ്ടിയിൽ പ്രവിക്ക് പാണ്ഡ്യാലമുക്ക് പിണറായി തലശ്ശേരി, അവിടെ നിന്നാണ് 28/7/2020 അവർ കത്തെഴുതിയിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം പിന്നെ ബാംഗ്ലൂർ അഡ്രസ്സാണ് അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ ഈ വിധി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വിധിയുടെ 4 അതിരുകളിൽ നിന്നുകൊണ്ട് SFIക്ക് എവിടെ വരെ വേണമെങ്കിലും പോകാൻ കഴിയുന്ന ഒരു ബ്ലാങ്ക് ചെക്കാണ് കർണാടക ഹൈക്കോടതി SFIക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് ഈ വിധി വായിച്ചാൽ നമുക്ക് പോകും. ഇത്ര ശക്തമായൊരു വിധി വരും എന്ന് അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, വിധി ഇവർക്കെതിരാകുമായിരുന്നു എന്നുള്ളത് ഉറപ്പായിരുന്നു. പിന്നെ വിധി വരാൻ 1-2 ദിവസം താമസിച്ചു എന്ന് പറഞ്ഞപ്പോഴും ജഡ്ജി ഇത്തിരി സമയമെടുത്തത് എഴുതുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. പക്ഷേ ജഡ്ജി സമയമെടുത്തത് എന്തിനാണെന്നുള്ളത് വളരെ കൃത്യമായി. കാരണം വെച്ചാൽ കമ്പനീസ് ആക്ടിലെ ഞാൻ പറഞ്ഞില്ല 206 മുതൽ 212 വരെയുള്ള മുഴുവൻ വകുപ്പുകളും
എടുത്ത് സമഗ്രമായി പരിശോധിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു അവസാനമില്ല സോയ്മൻ എന്ന് പറയുന്നത് പോലെ ഈ പിണറായി യുഗത്തിൻ്റെ അവസാനത്തിലേക്കാണോ നമ്മൾ പോകുന്നതെന്നുള്ള സംശയം ഈ വിധിന്യായത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവുക സ്വാഭാവികം. അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ഇപ്പോൾ MP ഗോവിന്ദൻ മലക്കം പറഞ്ഞു വീണ വിജയൻ്റെ കേസിനെ കുറിച്ച് പ്രതികരിക്കേണ്ട ആവശ്യം CPM-നില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞാൽ ഈ വീണ വിജയനെ പ്രതിരോധിക്കാൻ ഒരു കാരണത്താലും പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ബംഗളൂരു ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ വിധി. രണ്ട്, കേരള ഹൈക്കോടതിയിൽ ഇത് കിടക്കുകയാണ്. അവിടെ 26-ാം തീയതി അത് വരാൻ പോവുകയാണ്. അത് ഒരു ഇരട്ടി പ്രഹരമായി. അതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ സ്ഥിതി പരമദയനീയമാകും എന്ന് നമ്മൾ നിരീക്ഷിച്ചാലും അതിൽ വലിയ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ധാർമ്മികമായി പിണറായി രാജിവെക്കുകയല്ലേ നല്ലത്? സോയ്മനെ, അതിനെന്താണ് സംശയം? 100% ഇതിനപ്പുറത്ത് എന്ത് വരാനാണ്? പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നോട് ആരോ CPM-കാർ പറഞ്ഞ പോലെ മകൾ ജയിലിൽ കിടന്നാൽ പോലും പിണറായി രാജിവെക്കില്ല എന്നാണ് എൻ്റെ ഒരു CPM-കാരൻ. സോയ്മണെന്ന് ആലോചിച്ച് നോക്കൂ, ഇതുപോലുള്ള വിധിയൊക്കെ വരുമ്പോൾ ഇയാൾ രാജിവെക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വലിയ പ്രക്ഷോഭം കേരളത്തിൽ ഇങ്ങനെ തിളച്ചു മറിയുകയാണ് എന്ന് വിചാരിക്കുക. ഓർമ്മിക്കുന്നുണ്ടാവും മുൻപ് KM മാണി രാജിവെച്ച ഒരു സന്ദർഭം. സീസറിൻ്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു വാക്യമാണെന്ന് കോടതി ഇന്ന് നമ്മളത് ആലോചിക്കണം. കാരണം എന്താണെന്നറിയാമോ, അത് യഥാർത്ഥത്തിലൊരു വാക്കാലുള്ള പരാമർശമായി, വെറും പരാമർശം, ഓറലായിട്ടുള്ളൊരു പരാമർശമായിരുന്നു. മനസ്സിലായോ? ആ സ്ഥാനത്ത് ഇനി എന്താണ് പുറത്തു വരാനുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഏറ്റവും അവസാനിപ്പിക്കുന്ന പോയിന്റ്, ഈ വിധി വന്നതിനെ തുടർന്ന് 2014-ലോ 15-ഓ സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നടത്തിയുള്ളൊരു മൊബിലൈസേഷൻ ഉണ്ടല്ലോ, 10,000-20,000-30,000. അതുപോലൊരു ഒരു പ്രക്ഷോഭം ഈ വിധിയെ ചുറ്റിപ്പറ്റി കേരളത്തിൽ ഉണ്ടായാൽ ഈ സർക്കാർ തന്നെ താഴെ പോകുന്നതാണ് ഞാൻ പറയുന്നത്. പക്ഷേ അന്നത് ചെയ്തത് CPM ആണെങ്കിൽ ഇന്നത്തെ കോൺഗ്രസിൽ എന്താ സംഭവിക്കുന്നത്? ഉരുണ്ടുകൂടുന്നുണ്ട് പ്രതിഷേധവും. അല്ല, അതൊക്കെ ചെയ്യുന്നുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനം എന്താണെന്നറിയോ? തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് രാജിവെച്ചു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. സമരാക്തി വരുന്നുണ്ട്. സമരാക്തിയിലൊക്കെ കുറേ ആളുകൾ കൂടുന്നുണ്ട് സോയ്മൻ. ഇതിൻ്റെ 4 ഇരട്ടി ആൾ നമ്മുടെ ഭാരത് ജോഡോ യാത്രയിൽ കൂടിയിരുന്നു. പക്ഷേ കൂടിയവരൊക്കെ താഴോട്ട് പോവുകയാണ്. മനസ്സിലായോ? ഇവിടെ ഈ സാധാരണഗതിയിൽ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിലേക്ക് പ്രതിപക്ഷത്തേക്കാണ് ആളുകൾ പൊട്ടി വീഴുന്നതെങ്കിൽ ഇവിടെ ഇപ്പോഴും ഈ പൂത്തുനാറി പൂഴ്ത്ത ചീഞ്ഞളിഞ്ഞ CPM-ലേക്ക് പോവുകയാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പോയി. ഭരണത്തിൻ്റെ കയ്യൂക്ക് എന്ന് പറഞ്ഞാലും എങ്ങനെയാണ് ഈ ഇത്രയും അള്ളിഞ്ഞ ഒരു സംവിധാനത്തിലേക്ക് ആൾക്ക് പോകാൻ പറ്റുക? ഇപ്പോൾ പെരിങ്ങമല എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത്, അടൂർ പ്രകാശിന് 2000 വോട്ട് മേടിച്ചു കൊടുത്ത പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകൾ തിരിഞ്ഞു പോവുകയാണ്. നമുക്ക് വിധിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ വിധിയുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. എന്താണ് താരതമ്യം ചെയ്യുന്നത്? ഇതുപോലൊരു വിധി ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരായി UDF ഭരിക്കുന്ന കാലത്ത് കിട്ടിയിരുന്നെങ്കിൽ 24 മണിക്കൂർ പോലും ഉമ്മൻചാണ്ടി തയ്ക്കില്ലായിരുന്നു. അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നത്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും ഒരു നാഴികക്കല്ലായിരിക്കും, പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും ഈ വിധി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. എന്തിനും ഒരു അവസാനം ഉണ്ടല്ലോ, ഉണ്ടാവണമല്ലോ. അത് ലോകത്തായാലും ഇപ്പം ചെഷസ്ക്യൂവിൻ്റെ കാര്യമായാലും ഗോർബച്ചേവിൻ്റെ കാര്യമായാലും സ്റ്റാലിൻ്റെ കാര്യമായാലും ഹിറ്റ്ലറിൻ്റെ കാര്യമായാലും ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ കാര്യമായാലും ഒക്കെ തന്നെ അതിനൊരു അവസാനം ഉണ്ടാവണമല്ലോ. ആ അവസാനം എവിടെയോ ചക്രവാളത്തിൽ കാണാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ വിധിന്യായത്തിലൂടെ ഈ വിധിന്യായത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് സൂചിപ്പിക്കാറ്.